അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. 5-ാമത്തെ മൊഴിയിലൂടെ യേശു തൻ്റെ മനുഷ്യത്വത്തെയും ദൈവിക ദൗത്യത്തെയും പരാമർശിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നത് ഏത് മനുഷ്യനും ഉച്ചരിക്കുന്ന ഒരു വാക്കാണ്. ദാഹം മനുഷ്യൻ്റെ ശാരീരിക ആവശ്യങ്ങളുടെ ഭാഗമാണ്. മണിക്കൂറുകൾ നീണ്ട രക്തച്ചൊരിച്ചിൽ മൂലം യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലാംശം നഷ്ടപ്പെട്ടിരിക്കാം. ഇത് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ കഷ്ടതയുടെ തീവ്രതയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലധികം കഷ്ടത യേശു അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ കഷ്ടതകൾ യേശുവിന് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയും. യേശുവിന് 5-ാമത്തെ മൊഴി ദൈവവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. സങ്കീർത്തനം 69-ാം അധ്യായം 21-ാം വാക്യം, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ കുരിശ് മരണത്തിലൂടെ സംഭവിച്ചത്. മനുഷ്യാശയുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി ബലിയാകുവാൻ യേശു പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയേറിയ ജീവിത അനുഭവങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാം എന്നതാണ്. ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. യേശുവിൻ്റെ ദാഹത്തിന് ഒരു ആത്മീയ തലവും ഉണ്ടായിരുന്നു. അത് യേശുവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായുള്ള ദാഹം. എല്ലാവരും തങ്ങളുടെ പാപ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് യേശു ആഗ്രഹിച്ചു. ദൈവിക കൃപ മനുഷ്യനെ ലഭ്യമാക്കുകയും ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. യേശുവിൻ്റെ ഈ ദൗത്യത്തിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. യേശുവിൻ്റെ ദാഹം ഒരേ സമയം ശാരീരികവും ആത്മീയവുമായതായിരുന്നു. ശരീരത്തിൻ്റെ നിർജ്ജലീകരണം തടയാനുള്ള ദാഹം, അതോടൊപ്പം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിനുള്ള ദാഹം. യേശുവിൻ്റെ ക്രൂശിലെ ദാഹത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാം എന്തിനായിട്ടാണ് ദാഹിക്കുന്നത്? ഈ ലോകപ്രകാരമുള്ള നേട്ടങ്ങൾക്കും അംഗീകാരങ്ങൾക്കും ആശ്വാസത്തിനുമായിട്ടാണോ നാം ദാഹിക്കുന്നത്? നീതിക്കും സത്യത്തിനും ദൈവസാന്നിധ്യത്തിനുമായി നാം ദാഹിക്കാറുണ്ടോ? നാം അധിവസിക്കുന്ന ഈ ലോകത്തിൽ ശാരീരികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും ഇല്ലായ്മകളും ദാരിദ്ര്യവും അനുഭവിക്കുന്ന അനേകരുണ്ട്. യേശുവിൻ്റെ ദാഹം ഇത്തരം കഷ്ടത അനുഭവിക്കുന്നവരോട് താതാത്മ്യം പ്രാപിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും കൂടി ആയിരുന്നു. ഇത് യേശുവിൻ്റെ ദാഹത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെ സൂചിപ്പിക്കുന്നു. വിശപ്പും ദാഹവും സ്വയം അനുഭവിച്ചവർക്കാണ് മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ ഏറ്റെടുക്കുവാനും അഭിമുഖീകരിക്കുവാനും നാം മടി കാണിക്കരുത്. നോമ്പ് ആചരണത്തിലൂടെ ഇത്തരം കഷ്ടതകൾ സ്വയം ഏറ്റെടുക്കുന്ന ജീവിത അനുഭവമാണ് നാം സ്വീകരിക്കുന്നത്. നമ്മുടെ നോമ്പാചരണങ്ങൾ ആത്മാർത്ഥതയുള്ളതും അർത്ഥവത്തും ആയിരിക്കണം. യേശുവിനെ പോലെ ദൈവിക പദ്ധതി ഏറ്റെടുക്കുവാനും അതിൻ്റെ ഭാഗമായി തീരാനും നമുക്ക് കഴിയണം. യേശുവിൻ്റെ ദാഹം ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങളുടെ ഭാഗമായിരുന്നു. തൻ്റെ ദാഹത്തെ യേശു ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ചിന്തിക്കുകയും വിലയിരുത്തുകയും വേണം. യേശുവിൻ്റെ ദാഹം ദൈവിക ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടായിരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റെടുക്കാനും പൂർത്തീകരിക്കുവാനും നമുക്ക് ഇടയാകണം. അതിലൂടെ ക്രിസ്തുവിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുവാൻ നമുക്കിടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.